നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കൃത്രിമം വോട്ടിംഗ് മെഷീനിൽ നടക്കുമെന്നുള്ളതിനാൽ വോട്ടിംഗ് മെഷീൻ നിരോധിച്ചുകൊണ്ട് രാജ്യത്ത് വീണ്ടും ബാലറ്റ് പേപ്പർ കൊണ്ടുവരണമെന്ന ഹർജിയുമായി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിക്കണമെന്ന ഹർജിയുമായി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് കോൺഗ്രസ് നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ള ഹർജിക്ക് വലിയ രീതിയിലുള്ള കരുത്ത് പകരുന്നത്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ദിവസവും വോട്ടിംഗ് മെഷീനെതിരെ വലിയ രീതിയിലുള്ള പരാതിയുമായി കോടതികൾ കയറിയിറങ്ങുന്നത്. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കാൻ വോട്ടിംഗ് മെഷീനിലൂടെ സാധിക്കുമെന്ന് കോൺഗ്രസ് നൽകുന്ന ഹർജിയിൽ പ്രധാനമായും കോൺഗ്രസ് എടുത്തു പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കൃത്രിമം ഭരണപക്ഷത്തു നിന്നും നടത്തുവാൻ എല്ലാ സാങ്കേതിക വിദ്യയും കയ്യിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിന് കൂട്ടുനിൽക്കും എന്ന് കോൺഗ്രസ് ഇതിനോടകം തന്നെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിക്കണമെന്ന ഹർജിക്ക് രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘം കൃത്യമായി ഇത് വലിയ രീതിയിലുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് കോൺഗ്രസ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്.